വാർത്തകൾ തുടരുന്നു. തളിക്കുളത്ത് ചൂരക്കാട്ട് ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി പറന്നിറക്കുന്നതിനിടെ ആന ഇടഞ്ഞോടി. 4 വീടുകളുടെ മതിലുകളും ഒരു വീടിന്റെ ബാത്റൂം, സെപ്റ്റിക് ടാങ്ക് എന്നിവ ആന തകർത്തു. ആനപ്പുറത്ത് കോലവുമായി ഇരുന്നയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തളിക്കുളം പുലാമ്പുഴക്കടവിൽ ശനിയാഴ്ച രാത്രി 7:30ഓടെയായിരുന്നു സംഭവം. മാവേലിക്കര ഗുരുപ്രസാദ് എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ആനയുടെ സമീപത്ത് വെച്ച് പൊട്ടാതെ കിടന്നിരുന്ന ഒരു പടക്കം പൊട്ടിയതിനെ തുടർന്നാണ് ആന ഭയന്നോടിയത്. കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ പുന്നച്ചോട് റേഷൻ കടയ്ക്ക് സമീപത്ത് നിന്ന് പുലാമ്പുഴ കടവിലേക്കാണ് ആന ഓടിയത്. നാലകത്ത് മജീദ്, ചന്ദനപ്പറമ്പിൽ ഇബ്രാഹിം കുട്ടി, പുതിയ വീട്ടിൽ കരീം, രായുമരക്കാർ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നിവരുടെ മതിലുകളും വെള്ളാനി അരവിന്ദാക്ഷന്റെ കുളിമുറിയും കക്കൂസ് ടാങ്കുമാണ് ആന തകർത്തത്. ആനയെ വെള്ളാനി അരവിന്ദാക്ഷന്റെ വീട്ടുപറമ്പിൽ വെച്ച് പാപ്പാന്മാർ തന്നെ തളച്ചു. ഈ നേരത്താണ് ആനപ്പുറത്തിരുന്നയാൾക്ക് ഇറങ്ങാനായത്. തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി തേവർ തന്ത്രിയില്ലത്തേക്ക് യാത്ര തിരിച്ചു. വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ അക്കരെ കടന്നാണ് തന്ത്രിയില്ലത്തേക്ക് തിരിച്ചത്. ആമലത്ത് പടിക്കലായിരുന്നു നിയമവെടി. തുടർന്ന് ചെറുമുക്ക് മനയിൽ പറയെടുത്ത് പായ്ക്കാട്ട് മനയിൽ പറ സ്വീകരിച്ച് തന്ത്രിയില്ലത്തെത്തി. പൂജകൾക്ക് ശേഷം ചെമ്പിലാറാട്ട് നടക്കും. അത് കഴിഞ്ഞ് വെറ്റിലാശ്ശേരി നിയമവെടിയും കഴിഞ്ഞ് മുരിയാംകുളങ്ങര ക്ഷേത്രം വഴി തൃപ്രയാറിലേക്ക് തിരിക്കും. തിങ്കളാഴ്ചയാണ് ആറാട്ടുപുഴ പൂരം. വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് ഭഗവാൻ പള്ളിയോടത്തിൽ ആറാട്ടുപുഴ പൂരത്തിനായി സ്വർണ്ണക്കോലത്തിൽ പുറപ്പെടും. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തെങ്ങുകയറ്റ പരിശീലനം നടന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങളായ NK വിമൽകുമാർ, ലിജി നിതിൻ, തങ്കമണി ത്രിവിക്രമൻ, ശ്രീദേവി മാധവൻ എന്നിവരും ഉപദേശക സമിതി അംഗങ്ങളായ VD സന്ദീപ്, PM സിദ്ദിഖ്, PSP നസീർ, CS മണികണ്ഠൻ, NK ഉദയകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. തെങ്ങുകയറ്റ പരിശീലനം ആറ്റുകെട്ടി ദേവദാസിന്റെ നേതൃത്വത്തിൽ നടന്നു. തെങ്ങുകയറ്റ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഏപ്രിൽ 6 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കൃഷിഭവനുമായി ബന്ധപ്പെടണം. പരിശീലന പരിപാടിയിൽ വനിതകൾക്കും പങ്കെടുക്കാം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ ജൈവ പച്ചക്കറി കൃഷിക്ക് മികച്ച വിളവ്. 2ാം വാർഡിലെ ലക്ഷ്മി ദേവി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഇറക്കിയത്. ഗീതാ ഗോപി MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രമീള സുദർശനൻ, കൃഷി ഓഫീസർ VS പ്രതീഷ്, PS സുന്ദരേശൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി ചരമവാർത്തകൾ. നാട്ടിക ബീച്ച് പുതിയങ്ങാടി നായരുശ്ശേരി കണ്ണന്റെ ഭാര്യ ദേവകി നിര്യാതയായി. 87 വയസ്സായിരുന്നു. നിർമ്മല, പരേതനായ രാജൻ എന്നിവർ മക്കളും അനന്തൻ മരുമകനുമാണ്. എടത്തിരുത്തി പുത്തൂർ റപ്പായി മകൻ ജോസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. പരേതയായ റോസിയാണ് ഭാര്യ. തോമസ് മകനും ജെൻസി മരുമകളുമാണ്. ചന്ദ്രാപിന്നി ഈസ്റ്റ് മാഞ്ചാക്കൽ കുഞ്ഞയ്യപ്പക്കുട്ടി മകൻ രാജൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഗീതയാണ് ഭാര്യ. രശ്മി, രാകേഷ് എന്നിവർ മക്കളും ഷാജി മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധിതീരം കുഞ്ഞുണ്ണി സ്മൃതി കുഞ്ഞുണ്ണി മാഷയുടെ വലപ്പാടുള്ള അതിയാരത്ത് വീട്ടുമുറ്റത്ത് നടന്നു. രക്തസാക്ഷി VK ഗോപാലനെ അനുസ്മരിച്ച് പെരിഞ്ഞനത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. തളിക്കുളം പുലാമ്പുഴക്കടവിൽ ആന ഇടഞ്ഞോടി. നിരവധി വീടുകളുടെ മതിൽ തകർത്തു. ആന പുറത്തിരുന്നയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.